പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യരോട്, അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ, ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. ഈശോ വന്നത് ലോകത്തിലെ സകല രോഗികൾക്കും സൗഖ്യം കൊടുക്കാനല്ല, മറിച്ച് മനുഷ്യന് നിത്യരക്ഷ നേടിക്കൊടുക്കുന്നതിനാണ്. സങ്കീർത്തനം 38 നാം വായിക്കുന്നു, എന്റെ പാപനിമിത്തം എന്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. സങ്കീർത്തനം 107 പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. നാം പാപികളായതുകൊണ്ട് തന്നെ സഹനങ്ങളിലൂടെയും കുരിശുകളിലൂടെയുമാണ് നിത്യജീവൻ സ്വന്തമാകുക. ദൈവവചന ശുശ്രൂഷകർ ഡോക്ടർമാർക്ക്, വൈദ്യന്മാർക്ക് പകരമല്ല. കർത്താവിലുള്ള വിശ്വാസം സൗഖ്യത്തിനുള്ള മാർഗമായിട്ട് കണ്ടാൽ യേശു വിശ്വാസത്തെ കുറച്ചു കാണുകയാണ്. ആ സുവിശേഷത്തിന്റെ മാറ്റു കുറയുകയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും സൗഖ്യങ്ങളും ജനതകൾക്ക് ദൈവരാജ്യവും കർത്താവിന്റെ കാരുണ്യവും കണ്ടെത്താനുള്ള നിമിത്തവും അതുവഴി കർത്താവിൽ വിശ്വസിക്കാനും നിത്യരക്ഷ, നിത്യജീവൻ സ്വന്തമാക്കാനുള്ള വഴിയുമാണ്. പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ, മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വചനം തുടരുന്നു, വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്, അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്രഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവൻ വൈദ്യസഹായം തേടേണ്ടി വരും. ദൈവമക്കളെ, കർത്താവിന്റെ സന്ദേശവാഹകർ രോഗികളെ ശുശ്രൂഷിക്കാൻ തയ്യാറാകുമ്പോൾ, രോഗികളുടെ മേൽ കൈകൾ വെച്ചു പ്രാർത്ഥിക്കുമ്പോൾ രോഗിക്ക് സന്തോഷവും സമാധാനവും പുതു ചൈതന്യവും ലഭിക്കാം. അവർ പുതു സൃഷ്ടിയായി രൂപപ്പെടാം, സൗഖ്യവും ലഭിക്കാം. സങ്കീർത്തനം 107:20 അവിടുന്ന് തന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.